ഹലോ എവ്രിവൺ, എല്ലാവർക്കും ക്രിസ്റ്റൽ എഡ്യൂഹബിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ കണ്ടാൽ ടഫും അതുപോലെ ചെയ്യുമ്പോൾ സെക്കൻഡ് കൊണ്ട് ഇതിന്റെ ട്രിക്ക് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൻ്റെതാണ്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഫ്രാക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാലോ, ഈ ഫ്രാക്ഷൻ അസെൻഡിങ് ഓർഡറിൽ ചെയ്യാന്നുള്ളത്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്നും വലുതിലോട്ട് പോവുക. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്നും ചെറുതിലോട്ട്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. എന്നിട്ട് നമ്മളിപ്പോ ഇതിന്ന് ഇത് അതുപോലെ എഴുതാം. 11/17, 41/63, 3/7, 21/29 ഇതുപോലെ എഴുതാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവരുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്താ? 6 ആണ്. ഇതിന്റെ ഡിഫറൻസ് എന്താ? 22 ആണ് വരുന്നത്. ഇതിന്റെ ഡിഫറൻസ് എന്താ? 4 ആണ് വരുന്നത്. ഇതിന്റെ ഡിഫറൻസ് എന്താ? 8 ആണ് വരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ അത് അതുപോലെ എഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുമ്പോൾ അതിന്റെ ഡിഫറൻസ് എഴുതാം. മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുമ്പോൾ എന്താണ് ന്യൂമറേറ്റർ അത് അതുപോലെ എഴുതിയെടുക്കുക. അപ്പൊ 11, 41, 3, 21 എന്നുള്ളത്. ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത് ഇപ്പൊ എന്താണ് ഡിഫറൻസ് നമ്മൾ കണ്ടത് അത് എഴുതാം. 6, 22 ആൻഡ് 4 ആൻഡ് 8. ഇനി നമ്മളോട് ചോദിച്ചിട്ട് എന്താ? അസെൻഡിങ് ഓർഡറിൽ നിന്ന് ഡിസെൻഡിങ് ഓർഡർ. അപ്പൊ ചെറുതിൽ നിന്നും വലുതിലോട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഇത് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ ഏറ്റവും ചെറുത് 3/4 ആണ് വരുന്നത്. നമ്മൾ ഹരിക്കുന്ന സമയത്ത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണോ കിട്ടുന്നത് അതാണ് ഏറ്റവും ചെറുത് കിട്ടുന്നത്, അതാണ് ചെറുത്. അപ്പൊ കണ്ടാറ് 3/4 ആണ് ഇതിൽ ചെറുത് വരുന്നത്. വലുത് വരുന്നത് 21/8 ആണ്. 21 ഇത് 8 into 3 ആണ് 24 വരുന്നത്. ഒബ്വിയസ്ലി 20 ഏകദേശം ഓൾമോസ്റ്റ് ആണ്. അപ്പൊ 2 പോയിന്റ് സംതിങ് ആണ് ഇത് വരുന്നത്. അപ്പൊ ഇനി അടുത്ത് ഇതൊരു ഡൗട്ട് വരും. 41 ഇതല്ലേ കാണുമ്പോൾ വലുത് തോന്നുന്നത്, പക്ഷെ 22 into 2 ആണ് 44 വരുന്നത്. അപ്പൊ എന്തായാലും 2 വരില്ല. അപ്പൊ 1 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ആ ഓർഡർ ഒന്ന് എഴുതി നോക്കാം. ഓർഡർ ചെയ്ത സമയത്ത് 3/4 ആണ് ഫസ്റ്റ് വരെ, 11/6 ആൻഡ് 41/22 എന്ന് വരും. അല്ല 41/22 എന്ന് വരും. ദെൻ അടുത്ത എന്താ വരിക? 21/8. ഇത് ഇങ്ങനെ നമ്മൾ ഡിഫറൻസ് ചെയ്ത് കേട്ടോ. അപ്പൊ ഇതിൽ എഴുതാണെങ്കിൽ എങ്ങനെയായിരിക്കും? 3/7 ആയിരിക്കും, 11/17 ആയിരിക്കും, 41/63 ആയിരിക്കും, 21/29 ഈ രീതിയിലായിരിക്കും മെസ്സെന്റ് ചെയ്യുക. ഇത് ഓരോന്ന് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും ചെറുതും ഏറ്റവും വലുതും ഇതായിരിക്കും. ഇതാണ് അതിന്റെ അസെൻഡിങ് ഓർഡറിൽ വരിക കേട്ടോ. പിന്നെ ഈ കൂടുതൽ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. 2025 പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ്, ഡിസംബറിൽ എക്സാം പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഞങ്ങളൊരു സ്കോളർഷിപ്പ് ടെസ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് December 27th. സോ നിങ്ങൾ എന്തായാലും ആ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം, ടെസ്റ്റ് എഴുതാം. അതിന് മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ നിലവാരം ഏത് ലെവലിലാണ് നിൽക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദെൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏത് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ കൂടുതൽ ടൈം എടുക്കുന്നത്, അത് ഏത് സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണോ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആൻഡ് സ്പെഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിന് ഇതിൽ വിൻ ചെയ്യുന്നവർക്ക് കോഴ്സിന് 50% ഓഫറിൽ നമ്മൾ തരുന്നതാണ്. സോ നമ്മൾ അതിന്റെ ആ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ചെക്ക്ഔട്ട് ചെയ്യാം. എന്തെങ്കിലും ഈ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാൻ ഞാൻ ഡെഫിനറ്റ്ലി ആൻസർ തരും കേട്ടോ. താങ്ക് യു.